ഇന്ന് നമുക്ക് കീഴാർനെല്ലി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ പറമ്പുകളിലോ വീട്ടിൽ ഇപ്പോൾ റോഡിൻ്റെ സൈഡ് ഭാഗത്ത് അങ്ങനെയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പ് തെങ്ങും തോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി വളരെയധികം കാണപ്പെടുന്നുണ്ട്. നമുക്കത് തിരിച്ചറിയണമെങ്കിൽ അതിൻ്റെ ചെടിയുടെ പ്രത്യേകത, ഇലയുടെ പ്രത്യേകതയൊക്കെ നമുക്കറിയണം. ഇതിനെ തിരിച്ചറിയുന്നത് ചെറിയ ചെറിയ ഇലകളാണ്. പിന്നെ തന്നെയല്ല, അതിൻ്റെ ഓരോ ഇലയുടെ തണ്ടിൻ്റെ അടിഭാഗത്തായിട്ട് തരുന്ന നെല്ലിക്കയുടെ ഉള്ള ഷേപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു തരികളുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന് കീഴാർനെല്ലി എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പോൾ പറമ്പിലും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടൊരു ചെറു സസ്യമാണ് അത് കാണപ്പെടുന്നത്. ചുമന്ന കളറിലും വെള്ള കളറിലും കാണുന്നുണ്ട്. നമ്മൾ ചീരയൊക്കെ ചുമന്ന ചീര, വെള്ള ചീര എന്ന് പറയാം. അപ്പോൾ കീഴാർനെല്ലി ചുമപ്പും ഉണ്ട്, വെള്ളയുണ്ട്. തണ്ടൊക്കെ ഇളം ചുവന്ന കളറിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് മരുന്നുകളിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. പിന്നെ നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഇതിൻ്റെ വെളിച്ചെണ്ണ കാച്ചിയിട്ട് ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ചതച്ച് നീരെടുക്കില്ല, എന്നിട്ട് വെളിച്ചെണ്ണ കാച്ചി ഉപയോഗിക്കാം. പിന്നെ അത് താളിയായിട്ട് ഉപയോഗിക്കാം. ഈ പുതിയതായിട്ട് മുളച്ച് വരുന്നതിനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനും മുടിക്ക് നല്ല ആരോഗ്യം, കരുത്തൊക്കെ വരാനൊക്കെ ഈ ഒരു ചെടി സഹായിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ കീഴാർനെല്ലിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അപ്പോൾ അതിനൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ.